ദല്ലാളായിരുന്നോ മന്ത്രി? ചോദ്യം ഇന്ന് മുഴങ്ങുകയാണ് കേരളത്തിൽ, പ്രത്യേകിച്ചും കായിക പ്രേമികൾക്കിടയിൽ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം മെസ്സി അടങ്ങുന്ന അർജന്റീനൻ ടീമിനെ കേരളത്തിലെത്തിച്ച് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ 2 പ്രദർശന മത്സരങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഈ തട്ടിപ്പിന്റെ തുടക്കം. അതിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അല്ല കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിരിക്കുന്നത്. കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാന്റെ ഓഫീസിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും പോയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനടക്കം ഗോട്ട് ആഡിന്റെ ഇമെയിലിൽ ഭരണപരമായ നടപടിയെടുത്തതായി രേഖയില്ല. ഞാൻ വായിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിലെ പോയിന്റുകളാണ്. AFAക്ക് മുൻ കായിക മന്ത്രി ഇമെയിൽ ക്ഷണം അയച്ചത് നടപടിക്രമം പാലിച്ചിട്ടല്ല. ഫീ പേയ്മെന്റ്, കരാർ വ്യവസ്ഥകൾ നിശ്ചയിക്കൽ, നിയമന ധനബാധ്യതകൾ എന്നിവ ഉൾപ്പെടുന്നതാകിയാൽ വകുപ്പ് തല സ്ക്രൂട്ടിനി ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ കായിക വകുപ്പ് പറഞ്ഞില്ല, നിയമവകുപ്പ് പറഞ്ഞില്ല, ധനവകുപ്പ് പറഞ്ഞില്ല. 2 വർഷത്തോളം ഈ ഘട്ടത്തിൽ AFA, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഏതെങ്കിലും ഉറപ്പ്, പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ ഒഫീഷ്യൽ ഓതറൈസേഷൻ ഒന്നും തന്നെ ഇല്ല. മുൻ മന്ത്രിയുടെ ക്ഷണം AFA സ്വീകരിച്ചതായി ഔദ്യോഗിക രേഖകളില്ല. 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഈ മത്സരത്തിൽ അന്താരാഷ്ട്ര വിനിമയം ഉൾപ്പെട്ടതാകിയാൽ സർക്കാർ മുൻകൂർ അനുമതി വേണമെന്ന് വകുപ്പ് ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് നേരത്തെ കത്ത് നൽകിയെന്നാണ് മുൻ മന്ത്രി ഫയലിൽ കുറിച്ചത്. മുൻകൂർ അനുമതി വാങ്ങാതെ വിദേശ വിനിമയത്തിനും സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നതിലും സ്റ്റേഡിയം കൈമാറുന്നതിലും ധൃതി പിടിച്ച് തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. 3/9/2024 മുതൽ 5/9/2024 വരെയുള്ള കായിക മന്ത്രിയുടെ മാഡ്രിഡ് സന്ദർശനം പരിശോധിക്കപ്പെടേണ്ടതാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഔദ്യോഗിക സന്ദർശനമാകുമ്പോൾ ആ സന്ദർശനം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തണം. ഈ പ്രോജക്ടിന്റെ ആകെ ചെലവ് കണക്കാക്കിയത് 210 കോടി രൂപ, വരവ് 82 കോടി. കമ്മി സംസ്ഥാന ബജറ്റിൽ നിന്നോ മറ്റു മാർഗത്തിലൂടെയോ നികത്തുമെന്ന തീരുമാനം മുൻകൂട്ടി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കായിക മന്ത്രിയായിരുന്ന ശ്രീ വി അബ്ദുറഹ്മാൻ അങ്ങ് പറയുന്നു സർക്കാരിനൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന്. അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞാൽ പറ്റില്ലല്ലോ മന്ത്രി. അങ്ങ് ആരായിരുന്നു? ഈ ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൻഡ്രൂ അഗസ്റ്റിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഒട്ടേറെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ മാത്രം ഇപ്പോൾ പറയാം, സമയം കുറവായതുകൊണ്ട്. വ്യാജലേഖ ചമച്ച് കോടികൾ ബാങ്ക് ലോൺ തട്ടിപ്പ് നടത്തുമ്പോൾ ആൻഡ്രോയുടെ പ്രായം 24 വയസ്സ്. കൊച്ചിയിലെ കുടിസുമുറിയിൽ ഓഫീസിൽ 2 കമ്പ്യൂട്ടറും ഒരു ലേഡി സ്റ്റാഫിനെയും വെച്ച് 3000 കോടി നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച് മാംഗോ ഫോൺ തട്ടിപ്പ് നടത്തി ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെ അടക്കം പറ്റിച്ച്, സെലിബ്രിറ്റികളെ പറ്റിച്ച് വൻ തട്ടിപ്പ് നടത്തുമ്പോൾ 26 വയസ്സ് മാത്രം. 30 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആസൂത്രിതമായി മുട്ടിൽ മരംപൊറി നടത്തുന്നത്. തീർന്നോ? ഇതെല്ലാം കഴിഞ്ഞ് ചൂരൽമലയിൽ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. അവിടെ എന്താണ് സംഭവിച്ചത്? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് മന്ത്രി പൊതുമേഖലയിലുള്ള ഈ സ്റ്റേഡിയം 70 കോടി രൂപയ്ക്ക് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, എന്താണ് റെനോവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കരാർ ഒപ്പിട്ടോന്ന് അറിയത്തില്ല. എന്തായാലും CPMന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന റിപ്പോർട്ടർ കമ്പനിയുടെ മുതലാളി നടത്തിയ റെനോവേഷൻ 70 കോടി ചെലവാക്കിയതായി കാണുന്നില്ല എന്ന് പറഞ്ഞത് CPMന്റെ മുതിർന്ന നേതാവ് കൂടിയായ GCDA ചെയർമാൻ സഖാവ് ചന്ദ്രൻ പിള്ളയാണ്. ഇനി പറയണം മന്ത്രി, ഇരട്ട് ടോട്ടെ അടയ്ക്കരുത്. എന്തായിരുന്നു തട്ടിപ്പ്? എന്തായിരുന്നു ഗൂഢാലോചന? കൂട്ടത്തിൽ ആരായിരുന്നു? അമീറ.